നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ എല്ലാം നഷ്ടമായ ജനതയ്ക്ക് പിന്തുണയർപ്പിച്ചും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും ചന്തിരൂർ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളും ചന്തിരൂർ ജനകീയ സമിതി, അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചന്തിരൂർ സെയിൻറ്റ് മേരീസ് പള്ളി വികാരി ജോസഫ് കരുത്തോടത്ത്, ചന്തിരൂർ ജുമാ മസ്ജിദ് ഉസ്താദ് സുൽഫിക്കർ, ചന്തിരൂർ കുമർത്തുപടി ദേവീക്ഷേത്രം മേൽശാന്തി ഷിബുശാന്തി എന്നിവർ മുൻനിരയിലുണ്ടായിരുന്നു. ജനകീയ സമിതി ചെയർമാൻ ഉബൈദ് അധ്യക്ഷത വഹിച്ചു. നമുക്കെല്ലാവരും ദുഃഖമുണ്ട്, വിഷമതയുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം ഇങ്ങനെ ഒരു കഷ്ടതയും ദുഃഖവും വിഷമതയും വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരുകയാണ് ഉണ്ടായത്. കണ്ടതിൽ വെച്ച് ഏറ്റവും ചന്തിരൂർ സെൻറ്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് കരുത്തേടത്ത് അനുശോചന പ്രസംഗം നടത്തി. പ്രകൃതി ക്ഷോഭമാണ് ഉരുൾപൊട്ടലിലൂടെ നമ്മൾ കണ്ടത്. ഉരുൾപൊട്ടി ഒഴുകി വന്ന മണ്ണും ചെളിയിലും മരങ്ങൾക്കും പാറക്കെട്ടുകൾക്കും ഇടയിലൂടെ മനുഷ്യജീവനുകൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ഇ.സി. ബെന്നി, അലക്സേവിയർ, സി.ബി. കണ്ടോത്ത്, അബ്ദുൽ ഖാദർ, സത്താർ, ബിനു, ATJS ഭാരവാഹികളായ അജിത് കുമാർ, ജിസ് കിഴക്കേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവനായി കാണാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളും വേദനകളും യാതനകളും നമ്മൾക്ക് പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം കണ്ടവരാണ്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.